പ്രിയപ്പെട്ടവരെ, അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ പശ്ചിമബംഗാളിൽ SIR നിരീക്ഷകന് മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായി നിയമനം. സ്വാഭാവികം. മുൻ IAS ഉദ്യോഗസ്ഥൻ സുബ്രത ഗുപ്തയെയാണ് ഉപദേഷ്ടാവായി സുവേന്ദു അധികാരി നിയമിച്ചത്. ബംഗാൾ SIR-ൽ പ്രത്യേക നിരീക്ഷകൻ കൂടിയായിരുന്നു സുബ്രത ഗുപ്ത. ഉത്തരവിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരിനുമെതിരെ തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ആദിൽ പാലോട് ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അയച്ചിരുന്നു. ആദിൽ പാലോട്, ഗുഡ് മോർണിംഗ് ആദിൽ. ഇതൊരു ഉദ്ദിഷ്ട കാര്യത്തിലുള്ള ഉപകാരസ്മരണ എന്ന് വേണമെങ്കിൽ പറയാം. 50,000 പേരുടെ പേരാണ് ഭവാനിപൂരിൽ മമതയുടെ മണ്ഡലത്തിൽ മാത്രം SIR-ലൂടെ വെട്ടിനിർത്തപ്പെട്ടത്. അവിടെ മമത തോറ്റത് 15,000 വോട്ടിനാണ്. അപ്പോൾ BJPക്ക് അനുകൂലമായ രീതിയിൽ അവിടെ SIR മേൽനോട്ടം വഹിച്ചതിന് കിട്ടിയ ഒരു സ്ഥാനമാനമാണോ ഈ സുബ്രത ഗുപ്തയുടെ നിയമനം? അങ്ങനെ ചിന്തിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ ആദിൽ പാലോ? ഒരിക്കലും പറയാൻ കഴിയില്ല അരുൺകുമാർ. മാത്രമല്ല, ആദ്യമെടുത്ത തീരുമാനം, അതായത് ഇന്നലെ രാവിലെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 2-3 തീരുമാനങ്ങൾ സുവേന്ദു അധികാരി എടുക്കുന്നു. അതിൽ ഏറ്റവും ആദ്യം എടുക്കുന്ന തീരുമാനം ഇദ്ദേഹത്തെ, മുൻ IAS ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തെ സ്വന്തം ഉപദേഷ്ടാവായി നിയമിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിചിത്രമായ ഒരു ഉത്തരവാണ് എന്ന് പറയേണ്ടി വരും അരുൺകുമാർ. ബംഗാളിലെ SIR-മായി ബന്ധപ്പെട്ട് പ്രത്യേക നിരീക്ഷകനായി ഇദ്ദേഹത്തെ നിയമിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളതാണ്. 1990-ലെ IAS കേഡറിലെ IAS ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ് സുബ്രത ഗുപ്ത. കേന്ദ്ര സർക്കാരിൽ സെക്രട്ടറി ആയാണ് വിരമിച്ചത്. ഏതായാലും പിന്നീട് ഈ പ്രത്യേക നിരീക്ഷകനായി നിയമിക്കുന്നു. ഈ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് തെരഞ്ഞെടുപ്പിൽ ഫലം വന്ന് സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ആദ്യത്തെ നിയമന ഉത്തരവ് നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ, സുവേന്ദു അധികാരി BJP മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് സ്ഥാനത്തേക്കാണ് എന്നുള്ളതാണ്. ഏതായാലും അത് വിചിത്രമായ ഉത്തരവാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരു SIR-ലൂടെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയെന്ന ആക്ഷേപം തൃണമൂൽ കോൺഗ്രസ് നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനെയാണ് ഇപ്പോൾ ഉപദേഷ്ടാവായി വെച്ചിരിക്കുന്നത്. ഇതിലൂടെ കാര്യം വ്യക്തമാണ് എന്ന് തൃണമൂൽ കോൺഗ്രസ് വിമർശനമായി ഉന്നയിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നേരത്തെ തന്നെ തൃണമൂലിന്റെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. തൃണമൂൽ കോൺഗ്രസ് സർക്കാരിനെതിരെയും ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് നിയമനത്തിന് പിന്നാലെ. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിഷ്കളങ്കരെ, നിങ്ങൾ ഇതല്ലാതെ മറ്റെന്തെങ്കിലും സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? സുബ്രത ഗുപ്ത എന്ന് പറയുന്നത് ബംഗാളിൽ SIR-ന്റെ മേൽനോട്ടത്തിന് ചുക്കാൻ പിടിച്ച നേതാവല്ല, ഉദ്യോഗസ്ഥനാണ്. അന്ന് IAS ഉദ്യോഗസ്ഥനായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രി തന്റെ പ്രധാനപ്പെട്ട അഡ്വൈസറായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. SIR കൊണ്ട് മാത്രമാണ് താൻ പരാജയപ്പെട്ടത് എന്നാണ് മമതാ ബാനർജി പറയുന്നത്. മമതാ ബാനർജിയുടെ മണ്ഡലത്തിൽ നോക്കിയാലും തെറ്റു പറയാൻ പറ്റൂല. 50,000 വോട്ട് അവിടുന്ന് പോയി. 15,000 വോട്ടിന് മമതാ ബാനർജി ഭവാനിപൂരിൽ തൊട്ടു.